മോട്ടിവേഷൻ മൂക്കുത്തി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നവരെ എനിക്ക് കാണുന്ന കലിപ്പ. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത തെറിവിളി വീഡിയോസാണ് ഇതുപോലെ ചാനലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം 4 വയസ്സുള്ളൊരു മോൻ വന്നിട്ട് ഒരു അച്ഛനെ ഡാഷ് മോനെ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമല്ലാത്തവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. അതല്ലാതെ മറ്റെല്ലാം പുരോഗമനമാണ്, തെറി വിളിക്കുന്ന പുരോഗമനമാണ്, സൂപ്പറാണെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ മോട്ടിവേഷൻ മുക്കുത്തിയോടൊപ്പം പോവുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഷസാമുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ നടക്കുന്നുണ്ട്. ഷസാം ഈ മോട്ടിവേഷൻ മുക്കുത്തിയുടെ ഒരു വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആരടാ നീ എന്നൊക്കെ ചോദിക്കുന്നത്. ഇത് തന്നെ നമുക്ക് ചോദിക്കണം, ആരടാ നീ, എന്തിനാണ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് ചെയ്യുന്നത്? നമ്മളൊരു ഫാമിലി ജനിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു ക്വാളിറ്റി വേണം. ഈ തെറി വിളിക്കുന്നത് എന്തോ വലിയ സംഭവമാണോ, ഇത് ഹീറോയിസം ആണോ ഒന്നും വിചാരിക്കാൻ നിൽക്കരുത്. നമ്മൾ പലപ്പോഴും സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ പറയാറുണ്ട്, ഇത് ചന്തയല്ല എന്ന് പറയാറുണ്ട്. നമ്മുടെ പുരോഗമനവാദികളൊക്കെ വന്നിട്ട് ചന്തയ്ക്ക് എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചന്തയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചന്ത വർത്തമാനം സ്കൂളിലോ ക്ലാസ് റൂമിലോ ഇരുന്ന് പറയാൻ പാടില്ല. ഇത് തന്നെയാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചന്ത വർത്തമാനം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ കിടന്ന് കാറല്, കൂവല്, ഇടയ്ക്കൊരു തെറിവിളി, ബഹളം, ഇതൊക്കെ പലപ്പോഴും നമ്മൾ ചന്തകളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യരാരും മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇവരുടെ വർത്തമാനത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. ഇപ്പം ചന്ത എന്ന് പറയുന്നത് അവിടെയുള്ള മനുഷ്യരെ എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ വട്ടം ചുറ്റിച്ചൊക്കെ കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ നേരത്ത്, നമ്മൾ സ്കൂളിൽ പോകാൻ നേരത്ത്, അല്ലെങ്കിൽ കോളേജിൽ പോകാൻ നേരത്ത് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാസ്സാണ്. സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, ബാക്കിയുള്ളവർ പെരുമാറേണ്ടത് എങ്ങനെയാണ്, എങ്ങനെ നമ്മുടെ ഭാഷ ഉപയോഗിക്കാം, എങ്ങനെ ഒരു വ്യക്തിയോട് സംസാരിക്കാം, ഇതൊക്കെ സ്കൂളിൽ നിന്നും ക്ലാസ്സിൽ നിന്നും നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതൊരു വലിയ ഘടകമാണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരു വലിയ ഘടകമാണ്. നമ്മൾ ഒരാളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു, അതൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തരുന്നത് ഒരു ഘടകമാണ്. ഇത് മലയാളികളാരും തെറി വിളിക്കാത്തവരൊന്നും അല്ല. പക്ഷേ എവിടെ എന്ത് സംസാരിക്കണം, ഏത് സമയത്ത് എങ്ങനെ സംസാരിക്കണം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം വേണം. ഇതില്ലാത്ത ഒരാളാണ് മോട്ടിവേഷൻ മുക്കുത്തി. പുള്ളിക്കാരുടെ പേജ് കയറി നോക്കിയപ്പോൾ ഞാൻ ഭീകരമായിട്ട് പേടിച്ചത് എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് കുട്ടികൾ ഈ വ്യക്തിയെ കുഞ്ഞുങ്ങളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ അനുകരിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചു കുട്ടികളാണ്. ഈ കുട്ടികളാണ് ഇവന്റെ തെറിയെല്ലാം കേട്ടോണ്ടിരിക്കുന്നത്. ഇതെവിടെ യൂസ് ചെയ്യും? ഒരു കല്യാണത്തിന് നിങ്ങൾ പോകുന്നത് നോക്കുക. നിങ്ങളുടെ വീട്ടിലെ കുട്ടി ഈ മോട്ടിവേഷൻ മുക്കുത്തിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് കരുതുക. നിങ്ങൾ അറിയുന്നില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഈ പയ്യൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ തെറിവിളി മുഴുവൻ കേട്ടോണ്ടിരിക്കുകയാണ്. ഇതങ്ങ് നോർമലായിരിക്കുകയാണ്. ഇപ്പോൾ തെറിവിളി ഒരു നോർമലാണ് നമ്മുടെ സൊസൈറ്റിയിൽ. ഇതെന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ട് തെറി വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഹീറോ ആണ് എന്നുള്ളൊരു പരിവേഷമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ 12,000 പേരുള്ള ഒരു കല്യാണത്തിനാണ് പോകുന്നത്. കല്യാണത്തിന് പോയിട്ട് നിങ്ങൾ പെൺകുട്ടിയോടൊപ്പം ഈ കല്യാണ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയോടൊപ്പം ഫോട്ടോയ്ക്ക് നിൽക്കാൻ നേരത്ത് നിങ്ങളുടെ മോനോട് പറയണം, വാ മോനെ നമുക്കൊരു ഫോട്ടോ എടുക്കാം. അപ്പോൾ ഈ പയ്യൻ അവിടെ നിന്ന് തിരിച്ചൊരു തെറി വിളിക്കുന്നു. ഈ 2,000 പേര് തെറി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അച്ഛനമ്മ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ കുട്ടിയിൽ നിന്നും ഇമ്മാതിരി ഒരു തെറിവിളി കേൾക്കുകയാണ്. അവനത് നോർമലായിട്ടാണ് കേൾക്കുന്നത്. ഇതുപോലെ മോട്ടിവേഷൻ മുക്കെത്തിയ പോലെ വെളിവില്ലാത്ത കുറേ ടീം ഇടുന്ന വീഡിയോ ഇടും. ഇത് കണ്ടിട്ട് ഈ കുട്ടികൾ വിചാരിക്കുന്നത് ഇത്രയൊക്കെ നോർമലല്ലേ, ഇതെന്താ വിളിച്ച ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതല്ലേ. അച്ഛനെ തന്നെ വിളിക്കും, എടാ ഡാഷ് മോനെ എന്നുള്ള രീതിയിൽ വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇൻസൾട്ടായിട്ടല്ലേ ഫീൽ ചെയ്യുന്നത്? ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇമാതിരി കുറെ ടീമുണ്ട് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ കഴിഞ്ഞ വർഷം നോക്കാൻ നേരത്തെ ഇവൻ കിടന്ന് കരയുന്നുണ്ട്. ഇപ്പം വേറൊരു പെങ്കൊച്ചിനെ എടുത്ത് റിയാക്ട് ചെയ്തായിരുന്നു. ആ പെങ്കൊച്ചിന്റെ അച്ഛനെയൊക്കെ വിളിച്ചു, ഷസാമിന്റെ ഫാമിലിയെ വിളിക്കുന്നുണ്ട്. തെറി വിളിക്കാൻ ഇതെന്റെ സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് പലപ്പോഴും ഇവരൊക്കെ പറയുന്നത്. എന്ത് സ്വാതന്ത്ര്യമാണ് പബ്ലിക്കായിട്ട് ഒന്ന് തെറി വിളിക്കുന്നത്? ആർക്ക് എന്ത് സ്വാതന്ത്ര്യത്തെ പറ്റി നിങ്ങൾ പറയുന്നത്? ഇമാതിരി കുറേ ടീമുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുരോഗമനം ഒന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതുപോലുള്ളവന്മാരെ കാണുന്ന കലിപ്പാണ്. ഇതുപോലുള്ളവന്മാരെ തെറി വിളിച്ച് പുരോഗമനം പറയുന്നവർ, കുട്ടികൾ ഉൾപ്പെടെ. എന്നിട്ട് ഇവൻ തന്നെ അവകാശപ്പെടുന്ന ടാഗിൽ വന്ന് കണ്ട മനസ്സിലാവും കുട്ടികളാണ് അനുകരിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നത്. അത്യാവശ്യം ബോധമുള്ളവന്മാരൊന്നും ഇമാതിരി ടീമിനെ ഒന്നും ഫോളോ ചെയ്തില്ല. 89,000 ഫോളോവേഴ്സ് ഉണ്ട് ഈ മോട്ടിവേഷൻ മുക്കുത്തിക്ക്. 89,000 ഫോളോവേഴ്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മുക്കുത്തിയുടെ ഈ യഥാർത്ഥ പേര് എനിക്ക് അറിഞ്ഞൂടാ, ഒരു ഇന്റർവ്യൂ കണ്ടു. ഷസാം റിയാക്ട് ചെയ്തതിനു ശേഷം ആൾക്കാരൊക്കെ വലിയ രീതിയിൽ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫാമിലിയിൽ കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റാണ്. ഈ മുക്കുത്തി എന്ന് പറഞ്ഞ ആ പയ്യന്റെ പെങ്ങൾക്കൊക്കെ സൈബർ ആക്രമണം ഉണ്ടാകുന്നുണ്ട്, തെറ്റാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ നീ ചെയ്തുകൊണ്ടിരുന്ന എന്താ? ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാ. വൃത്തികേട് അഹങ്കാരമായിട്ട് കാണിക്കരുത്, വിവരക്കേട് അഹങ്കാരമായിട്ട് കാണിക്കരുത്. ഇതുപോലുള്ള ആൾക്കാരെ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സൊസൈറ്റി മാറുന്നുണ്ട്. സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഓരോ സ്ഥലത്തും സംസാരിക്കുന്ന ഓരോ രീതിയിലാണ്. ഇപ്പം നമ്മുടെ നിയമസഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ സംസാരിക്കാറുണ്ട്. ഒന്ന് തെറി വിളിച്ചാൽ പോരെ? എന്താ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ. ക്ലാസ്സിലിരുന്ന് തെറി വിളിച്ചാൽ പോരെ? ടീച്ചർ ഒരു സംശയം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ടീച്ചർ ഒരു വഴക്ക് പറയുമ്പോൾ ടീച്ചറിനെ തിരിച്ച് തെറി വിളിച്ചാൽ മതിയോ?
അല്ല, നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് നേടുന്നത് എന്താ? മാന്യമായി സംസാരിക്കുക. നമ്മളൊരു ഫാമിലി ജനിക്കുമ്പോൾ മക്കൾ മാന്യമായി സംസാരിക്കുക എന്നുള്ളത് അച്ഛൻ്റെ അമ്മയുടെ ഉത്തരവാദിത്വമാണ്. ഇവർ മാന്യമായിട്ട് വളർത്തിയാലും ഇതുപോലെയുള്ള റീൽസിൽ കിളി പറന്ന കുറെ ടീം വന്നിരുന്നിട്ട് എന്തോ ആണെന്ന് ഭാവിച്ചുകൊണ്ട് കുറെ വീഡിയോ ഇടും. ഈ തെറി വിളിച്ച് റിയാക്ട് ചെയ്യുന്നവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് ആദ്യത്തെ കാര്യമാണ്. നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനേ പറ്റില്ല, പറഞ്ഞു തോപ്പിക്കാനേ പറ്റത്തില്ല. കാരണം എന്താ അറിയോ, ഇവരുടെ ആയുധം തെറി വിളിയാണ്. നമുക്കത് തെറി വിളിക്കാൻ പറ്റൂല. നമുക്ക് സൊസൈറ്റിയിൽ ഇതുപോലെ ഇരുന്നപ്പോൾ തെറി ഒന്നും വിളിച്ച് പറയാൻ പറ്റത്തില്ല, തോൽപ്പിക്കാനും പറ്റില്ല. ഇവർക്ക് തെറി വിളിക്കാം, ചുമ്മാ എന്തെങ്കിലും തെറി വിളിച്ചാൽ പോരെ. വായി വരുന്ന തെറിയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇതൊക്കെ സെലിബ്രിറ്റി ആണെന്നും പറഞ്ഞ് ഇവരെയൊക്കെ പിടിച്ചോണ്ട് പോയിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന മീഡിയക്കാരാണ് നമ്മുടെ നാട്ടിലെ ശാപം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ശാപം എന്ന് പറയുന്നത് ഇമാതിരി കുറെ ടീം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തെറി വിളിക്കുന്ന, ഇതൊരു അഹങ്കാരമായിട്ട് പുരോഗമനമായിട്ട്, എന്നിട്ട് ഇവന്റെ കൂടെ ജാടയും വേലയും മുഖത്തെ ഭാവ വ്യത്യാസവും എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലൊക്കെ തെറി വിളിക്കുകയാണ്. നിങ്ങളുടെ കുട്ടി ഒരു പബ്ലിക് സ്ഥലത്ത് വെച്ച് നിങ്ങളെ തെറി വിളിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യണം. കാരണം നിങ്ങളുടെ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒക്കെയാണ് ഇതുപോലുള്ള മോട്ടിവേഷൻ മുക്കുത്തിയെ പോലുള്ള ആൾക്കാരുടെ വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നത്. 89,000 ഫോളോവേഴ്സാണ്. ഇതിനകത്ത് നിങ്ങളുടെ കുട്ടിയിൽ എന്താ ഉറപ്പ്? ഇത് തെറി വിളിക്കുന്നതും സൊസൈറ്റിയിൽ പറയേണ്ടതും പറയാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറെ വാക്കുകളൊക്കെ ഉണ്ട്. ഇത് പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ട് സൈബർ ആക്രമണമാണെന്ന് പറഞ്ഞിട്ട് കരയുന്നു, ബഹളം വെക്കുന്നു, ഞാൻ തകർന്നു പോയെന്നൊക്കെ പറയുന്നു. ചെയ്തുകൊണ്ടിരുന്നത് എന്താ? നീ ഷസാമ റിയാക്ട് ചെയ്തു. അതിന്റെ പിന്നാലെ പോയിട്ട് എന്തിനാ അവരുടെ വീട്ടിലുള്ളവരെ പറഞ്ഞ് മറ്റൊരു പെൺകുട്ടി റിയാക്ട് ചെയ്തു. എന്തിനാ ആ പെൺകുട്ടിയുടെ വീട്ടിലുള്ളവർ പറഞ്ഞ് ലിറ്റിൽ ഗെയിംസ് എന്നാണ് തോന്നുന്നത് ആ ചാനൽ. ആ ലിറ്റിൽ ഗെയിംസ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ മോട്ടിവേഷൻ മുഖ്യവ്യക്തിയുടെ കള്ളത്തരങ്ങളോട് പുറത്തേക്ക് വരുന്നു. പല ഫോളോവേഴ്സിന്റെയും അമ്മയെ വരെയാണ് തെറി വിളിച്ചിരിക്കുന്നത്. ആ വീഡിയോ ഒക്കെ അവർ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. പലരോടും പൈസ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ കുറെ ഫേക്ക് പരിപാടി കാണിക്കുന്ന, സൊസൈറ്റിയിൽ തെറ്റായ രീതിയിൽ സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറെ ടീം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് കറങ്ങുന്നുണ്ട്. ഈ മുക്കുത്തി എന്ന് പറയുന്നൊരു ചാനലുണ്ട്. ഈ ചാനലിനകത്ത് മോട്ടിവേഷൻ എങ്ങനെയാണ് ഒരാൾക്ക് മോട്ടിവേഷൻ കൊടുക്കേണ്ടത് എന്ന് പോയി പഠിച്ചിട്ട് ഒരു സൊസൈറ്റിയെ തന്നെ നാശിപ്പിച്ച് കൂത്തോളം എടുക്കാൻ വേണ്ടി കുറെ ടീം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം